അങ്ങനെ ആർസണൽ ഈ സീസണിൽ ഫസ്റ്റ് ടൈം എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ തോറ്റിരിക്കുകയാണ്, ആദ്യം വെസ്റ്റ് ഹാമിനോട്. വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർസണൽ വേഴ്സസ് വെസ്റ്റ് ഹാം മാച്ചാണ്. അങ്ങനെ വെസ്റ്റ് ഹാം ആർസണലിനെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടെ ആർസണലിന്റെ ടൈറ്റിൽ ഹോപ്സ് തീർന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം ആർസണലിൽ കളിക്കാൻ പോകുന്ന ടീം എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, ചെൽസി ഒരു ഈസി ഫിക്സ്ചറേ അല്ല. വെസ്റ്റ് ഹാമിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ആർസണലാണോ ഈ പറയുന്ന ടീമുകളൊക്കെ തോൽപ്പിക്കാൻ പോകുന്നത്? അപ്പോൾ നമുക്ക് ഈ ഗെയിമിലേക്ക് കിടക്കാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ആർസണൽ ഫുൾ ഓഫ് പൊസഷൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല, ഒരു കട്ട് ത്രൂ പാസ് ഇല്ല. കട്ട് ത്രൂ പാസ് ഉണ്ടെങ്കിൽ തന്നെ അത് ഫിനിഷ് ചെയ്യാൻ ആരുമില്ല. മെറീനോ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് കളിച്ചത്. ഓക്കെ, പുള്ളിക്ക് കൊടുത്ത ജോലി പുള്ളി അത്യാവശ്യം വൃത്തിക്ക് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് മാത്രം പോരല്ലോ, ഈ ഇന്നത്തെ ഗെയിമിൽ ക്ലിയർലി മിഡ്ഫീൽഡ് അട്ടർ ഫെയിലിയർ ആയിരുന്നു. ഒന്നും ഒരു ക്രിയേറ്റിവിറ്റിയോ ഒന്നും കാണാനില്ലായിരുന്നു. ചുമ്മാ സൈഡ് വേസ് ഇങ്ങനെ പാസ്, വളരെ ബോറിങ് ഗെയിം. ചുമ്മാ സ്റ്റാറ്റ് കാണുമ്പോൾ നമുക്ക് കുറേ പൊസഷൻ ഉണ്ടെന്നല്ലാതെ അതിനകത്ത് ഒരു ക്രിയേറ്റിവിറ്റിയോ ഒന്നും ഇല്ലായിരുന്നു. ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ തന്നെ അതാർക്കും ഫിനിഷ് ചെയ്യാനും പറ്റുന്നില്ല. ഇതാണ് ഒബമയാങ് പോയ അന്ന് തൊട്ട് തന്നെ നമ്മൾ ആർസണൽ ഫാൻസ് എല്ലാവരും പറയുന്നുണ്ട്, വി നീഡ് എ സ്ട്രൈക്കർ. എവിടെ എന്നാ അനുഭവിച്ചോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് പൊസഷൻ മാത്രം ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വെസ്റ്റ് ഹാമിന് വാമ്പസാക്ക റൈറ്റ് വിങ്ങിൽ നിന്ന് മുന്നേറ്റം നടത്തുന്നു. വാമ്പസാക്ക കട്ടിങ് ചെയ്യുന്നു, ബോവൻ കൺവേർട്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഇതുപോലും ചെയ്യാൻ ആർസണലിന് പറ്റുന്നില്ല. സച്ച് എ സിമ്പിൾ പാസ്, സിമ്പിൾ മൂവ്മെന്റ് ആൻഡ് ദേ ഗോട്ട് എ ഗോൾ. ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് തൊട്ട് മുമ്പാണ് ആ ഗോൾ വരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് 1-0 വെസ്റ്റ് ഹാമുമായിട്ട് തീരുന്നു. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആർസണൽ ഈ സെയിം കളി തന്നെ, ഫസ്റ്റ് ഹാഫിൽ എങ്ങനെ കളിച്ചോ അതുപോലെ തന്നെ കളിക്കുന്നു. ലോഡ് ഓഫ് പൊസഷൻ, അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലാതെ വേറെ ഒരു ക്രിയേറ്റിവിറ്റിയോ അപ്പോഴും വരുന്നില്ല. അപ്പോഴാണ് അർട്ടറ്റ ചേഞ്ചസ് വരുത്തുന്നത്. ഡെക്ലൻ റൈസിനെ കാലഫിയറിയെയും സബ് ചെയ്യുന്നതും അതിന് പകരം മൈൽസ് ലൂയിസ് കെല്ലിയും സിൻചെങ്കോയും വരുന്നു. എനിക്ക് ഈ അർട്ടറ്റയോടുള്ള ഏറ്റവും വലിയൊരു കംപ്ലൈൻ്റ് ആയിരുന്നു, ഹി മേക്സ് ഓൾ ദീസ് ചേഞ്ചസ് ടു ലേറ്റ് എന്ന്. പക്ഷേ ഇന്നത്തെ കളിയിൽ ഹി മെയ്ഡ് ദ ചേഞ്ചസ് ഏർലി ഓൾസോ, ബട്ട് വാട്ട്സ് ഇറ്റ് ദ റൈറ്റ് ചേഞ്ചസ് എന്ന് എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമുണ്ട്. വൈ ഡിഡ് ഹി സബ്സ്റ്റിറ്റ്യൂട്ട് ഡെക്ലൻ റൈസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇൻ മൈ ഒപ്പീനിയൻ ഞാൻ കണ്ടതിൽ വെച്ച് ഡെക്ലൻ റൈസ് വാസ് ഹാവിങ് എ ഡീസൻറ്റ് ഗെയിം. ഹിസ് ജോബ് ഈസ് നോട്ട് ടു ക്രിയേറ്റ്, ഹിസ് ജോബ് ഈസ് ടു ഹോൾഡ് ദ മിഡ്ഫീൽഡ്. പുള്ളിയുടെ പണി ചെയ്യുന്നുണ്ടായിരുന്നു. ഇഫ് യു ആസ്ക് മീ, യു ഷുഡ് ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഓഡഗാർഡ്. ഹി ഒരു കട്ട് ത്രൂ പാസ് ഇല്ല. ഓഡഗാർഡിനെ മാറ്റിയിട്ട് വേണം വരുന്ന മൈൽസ് ലൂയിസ് കെല്ലിനെ കൊണ്ടുവരാൻ. എനിവേ, മൈൽസ് ലൂയിസ് കെല്ലി ഹി മേക്സ് എ സ്റ്റുപ്പിഡ് മിസ്റ്റേക്ക് ഓൺ വെസ്റ്റ് ഹാം പ്ലെയർ. ആദ്യം യെല്ലോ കാർഡ് കൊടുക്കുന്നെങ്കിലും VAR ചെക്ക് ചെയ്തിട്ട് അത് റെഡ് കാർഡായിട്ട് റിവൈസ് ചെയ്യുന്നു. നോ കംപ്ലൈൻസ്, അത് റെഡ് കാർഡ് തന്നെയാണ്. കാരണം വെസ്റ്റ് ഹാം പ്ലെയർ അത് ലാസ്റ്റ് പ്ലെയർ ആയിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഗോൾ കീപ്പർ ഡേവിഡ് റയ ഹി വാസ് ടു അഡ്വാൻസ്ഡ്. അപ്പം ഇഫ് ഹി ഹാഡ് ഗോൺ ത്രൂ അത് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ദറ്റ് വാസ് എ ഡിനൈഡ് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി. അതിന് റെഡ് കാർഡ് കിട്ടി, അത്രയേ ഉള്ളൂ. ഇവിടെ ഒന്നുകൂടെ പറയേണ്ടതുണ്ട്, ഇത് എത്രാമത്തെ റെഡ് കാർഡാണ് ആർസണലിന് ഈ സീസണ്. സോ ക്ലിയർലി ദർ ഇസ് എ ഡിസിപ്ലിൻ ഇഷ്യൂ ഇൻ ആർസണൽ. വെസ്റ്റ് ഹാം പോലത്തെ മാച്ചിൽ ഡിസിപ്ലിനായിട്ട് കളിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് ദർ ഇസ് സംതിങ് ഫണ്ടമെൻ്റലി റോങ് ഇൻ ടേംസ് ഓഫ് ഡിസിപ്ലിൻ. സിമ്പിൾ. അപ്പോൾ അങ്ങനെ മൈൽസ് ലൂയിസ് കെല്ലിക്ക് റെഡ് കാർഡ് കിട്ടുന്നതോടെ ആർസണൽ ആർ ഗോയിങ് ഡൗൺ ടു 10 men. പിന്നെയും ഇതുപോലെ കുറേ പൊസഷൻ ഉണ്ടെന്നല്ലാതെ വെസ്റ്റ് ഹാം ദേ ഡിഡ് ദെയർ ജോബ്. ദേ പാർക്ക് ദ ബസ് ആൻഡ് ദേ ആർ സിറ്റിംഗ് ബാക്ക്. ആർസണൽ കുറേ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് വാസ് ടു ലിറ്റിൽ ടു ലേറ്റ്. അങ്ങനെ 90th മിനിറ്റ് ആവുന്നു. 90th മിനിറ്റിൽ 8 മിനിറ്റ് എക്സ്ട്രാ ടൈം കിട്ടുന്നു. ഇവിടെ ഒന്നും ആർസണലിന് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ടൈറ്റിൽ ഈസ് ഓവർ ഫോർ ആർസണൽ. സിമ്പിൾ ആസ് ദാറ്റ്. ലിവർപൂൾ അടുത്ത കളി മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ടാണ്. ലിവർപൂൾ ആ കളി തോറ്റാലും ശരി, ആർസണൽ ഇങ്ങനത്തെ കളി വെച്ചിട്ട്, ആർസണൽ ഇങ്ങനത്തെ ഒരു ഗെയിം അപ്രോച്ച് വെച്ചിട്ട് എങ്ങും എത്താൻ പോകുന്നില്ല. കാരണം പൊസഷൻ മാത്രമേ ഉള്ളൂ. ആ പൊസഷൻ ഒന്നും ഒരു രീതിയിലും ക്രിയേറ്റിവിറ്റി ആയിട്ട് കൺവേർട്ട് ആവുന്നില്ല, ഒരു രീതിയിലും ഗോളായിട്ട് കൺവേർട്ട് ആവുന്നില്ല. സോ ആർസണൽ വിൽ നോട്ട് വിൻ പ്രീമിയർ ലീഗ് ദിസ് സീസൺ. സോറി ആർസണൽ ഫാൻസ്, ഇൻക്ലൂഡിങ് മൈസെൽഫ്. ആർസണൽ ഇനി അടുത്ത മാച്ച് എന്ന് പറയുന്നത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായിട്ടാണ്. സോ അതും എവേ ആണ്.
ഇറ്റ് വിൽ ബി എ വെരി ടഫ് ഗെയിം. എങ്ങനെ ഗെയിം മാനേജ് ചെയ്യുമെന്നൊക്കെ കണ്ടു തന്നെ അറിയണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഞാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ്, FA കപ്പ്, കാരബാവ് കപ്പ് ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ കോണ്ടന്റ്സ് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.